ഒരു പാട്ടിന്റെ വരികൾ ഇപ്രകാരമാണ്: യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. അതെ, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് എന്നും ആനന്ദപ്രദം തന്നെയാണ്. ശിഷ്യന്മാർ യേശുവിനോട് കൂടെ യാത്ര ചെയ്ത ദിവസങ്ങൾ വളരെ ആനന്ദം നിറഞ്ഞതായിരുന്നു. കഴിക്കാൻ ആഹാരമുണ്ട്, അത്ഭുതങ്ങളുണ്ട്, ഏത് സമയത്തും എന്ത് കാര്യത്തിനും യേശു അവരുടെ കൂടെയുണ്ട്. എന്നാൽ യേശു ഇല്ലാത്ത ചില ദിവസങ്ങൾ അവർ നേരിടേണ്ടി വന്നു. അവിടെയാണ് അവരുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടത്. അവിടെയാണ് യേശുവുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്യപ്പെട്ടത്. യേശു ക്രൂശിൽ മരിച്ച് കഴിഞ്ഞു എന്നുള്ള ദിവസങ്ങളിൽ പല ആളുകളും യേശുവിനെ വിട്ടുപോയി. പടകും വലയും ഒക്കെ എടുത്തവർ യാത്രയായി. കാരണം അത്ഭുതങ്ങൾ ഇനിയും കാണാൻ ഇല്ല. ഇനിയും യേശു തങ്ങളോടൊപ്പം ഇല്ല എന്ന തിരിച്ചറിവാണ് അവരെ അതിലേക്ക് തള്ളിയിട്ടത്. നമ്മുടെ എല്ലാം ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം എപ്പോഴും ഓർക്കേണ്ടത്, ക്രിസ്തീയ ജീവിതം അത്ഭുതങ്ങളെ കൊണ്ടല്ല നിറച്ചിരിക്കുന്നത്. മറിച്ച് നമ്മുടെ വിശ്വാസം ആഴമാകണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം, ദൃഢത കൂടണം. പല ശിഷ്യന്മാരും പിന്മാറിപ്പോകുമ്പോഴും ഒരല്പം അകലം വിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ പിന്തുടർന്നു എന്നാണ് വചനം പറയുന്നത്. പത്രോസ് തള്ളിപ്പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നമുക്കും ഇതുപോലെയുള്ള ചോദ്യചിഹ്നങ്ങൾ, നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടേക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴും നാം അറിയേണ്ട കാര്യം, അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കർത്താവിനോട് നമുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര ആനന്ദമാകണമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു സ്ഥാനം നാം നൽകിയിരിക്കണം. മാർത്തയുടെയും മറിയുടെയും വീടിനെക്കുറിച്ച് നാം കാണുന്നുണ്ട്. മാർത്ത പലതിനെ ചൊല്ലി പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കുമ്പോൾ മറിയെക്കുറിച്ച് പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് മറിയ തിരഞ്ഞെടുത്തത്? കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കാൻ, കർത്താവിൽ നിന്ന് കേൾക്കാൻ. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കേൾക്കാനും കർത്താവിൻ്റെ വചനം പഠിക്കാനും ഒക്കെ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. നമുക്ക് ജീവിതത്തിൽ മാർത്തയെപ്പോലെ പല കാര്യങ്ങൾ ചെയ്യാനും പല ഉത്തരവാദിത്തങ്ങളും എല്ലാം കാണുമായിരിക്കും. എന്നാൽ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ മറിയയ്ക്കുണ്ടായിരുന്ന ശ്രേഷ്ഠ ഗുണം കൂടെ മാർത്തയ്ക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തിരക്കുകൾക്കിടയിലും കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ, കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കാൻ ഉള്ള ആ മനസ്സ്. അതെ, ദൈവസേന ചെലവഴിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് കോരഹപുത്രന്മാർക്ക് പറയുന്നത് അത് 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാണെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ, കർത്താവിനെ പാടി സ്തുതിക്കാൻ ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്രകാരം നമ്മൾ ചെയ്യുമ്പം നമുക്കും പറയാൻ കഴിയും, യേശുവിൻ്റെ കൂടെയുള്ള യാത്ര ആനന്ദമേ. അതെ, ഒരു ഭക്തനെ സംബന്ധിച്ച് യേശുവിനോടൊപ്പമുള്ള യാത്രയാണ് അവന് സന്തോഷം പകരുന്നത്, ആനന്ദം പകരുന്നത്. ഇന്ന് പകലിൽ ഒരു ചോദ്യം: നിങ്ങൾ യേശുവിനോടൊപ്പമാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങളും യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? കർത്താവ് നിങ്ങളിലെ ആരാണ്? അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്കാരാണ്? എൻ്റെ രക്ഷകനാണെന്ന് ചിലർ പറയും, എൻ്റെ സ്നേഹിതനാണ്. ചിലർ പറയും എൻ്റെ പിതാവാണ്, മറ്റു ചിലർ എൻ്റെ മാതാവാണ്, എനിക്കെല്ലാമെല്ലാമാണ്, ഒരു നല്ല ഉത്തമ സ്നേഹിതനാണ്. യേശു നിങ്ങൾക്കാരാണ് എന്നൊരു ചോദ്യത്തിനൂടെ നിങ്ങളൊന്ന് ഉത്തരം കൊടുത്തിട്ടേ ഇന്ന് മുൻപോട്ട് പോകാവൂ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.